ജോൺസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചിക്കൻ തിക്ക എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചിക്കൻ തിക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചിക്കനെ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് വറുത്തെടുക്കണം. അതിന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പൊടികൾ ഇടുവാണ്. ഇത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ചില്ലി പൗഡർ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ പട്ടപ്പൊടി, കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, കുറച്ച് തൈര്, ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്, ഉപ്പ് ആവശ്യത്തിന്, കുറച്ച് ലെമൺ ജ്യൂസും കൂടെ വേണം. കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതൊരു 1 കിലോ ചിക്കൻ ഉണ്ട്. നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് ഇതിനെ ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് എടുത്ത് വെക്കണം. ചിക്കൻ തിക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 2 മീഡിയം സൈസ് സവോളയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറിയ പീസ് ഇഞ്ചി, കുറച്ച് ഗാർലിക്, ഒരു 3 പീസ് ഗാർലിക് എടുത്തിട്ടുണ്ട്. ചിക്കനെ ഒന്ന് വറുത്തെടുക്കാൻ പോവാണ്. അതിനുവേണ്ടി ആദ്യം കുറച്ച് എണ്ണ ഒഴിക്കുക. അപ്പോൾ ഈ ചിക്കൻ തിക്കയുടെ ഗ്രേവി ഉണ്ടാക്കാം നമുക്ക്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ബട്ടർ ഞാൻ എടുത്തിട്ടുണ്ട്. ബട്ടർ അല്ലെങ്കിൽ ഓയിലായാലും മതി. അതിലേക്ക് കുറച്ച് ജീരകം ഇടുവാണ്. ഉള്ളി ചേർത്ത് വഴറ്റി കൊടുക്കണം. നമ്മുടെ അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുവാണ്. അപ്പം നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തക്കാളി ചേർക്കുവാണ്. തക്കാളി ഞാൻ ടിൻഡ് ചോപ്ഡ് ടൊമാറ്റോ ആണ് യൂസ് ചെയ്തേക്കുന്നത്. ടിൻഡ് നമ്മൾ കട്ട് ചെയ്ത് ഇട്ടാലും മതി. വഴറ്റി കൊടുക്കണം. കുറച്ച് പിന്നെ പഞ്ചസാര കൂടി ആഡ് ചെയ്യുന്നുണ്ട്. തക്കാളിയുടെ പുളിപ്പൊക്കെ ഒന്ന് മാറി ഒരു ചെറിയ സ്വീറ്റ്നെസ് ഒക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടി ചേർക്കുവാണ്. പൊടി ചേർക്കുമ്പം കുറച്ച് ജീരകത്തിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട്. ഇത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ ചേർത്ത എല്ലാ പൊടികളും ഇതിലേക്കും ഗ്രേവിക്കും ആഡ് ചെയ്യുന്നുണ്ട്. മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. പൊടികളെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചിക്കൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഗ്രേവിയിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. ഇത് ഗ്രേവിയിൽ കിടന്ന് കുറച്ചുകൂടെ ഒന്ന് വേഗം, അതുകൊണ്ട് നന്നായിട്ട് വറക്കണമെന്നില്ല. ഒരു 150 ml വെള്ളം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ആ ചിക്കൻ ഒന്ന് നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഫ്ലെയിം കുറച്ചിട്ടിട്ട് നമുക്ക് ഇതിനൊന്ന് മൂടി വെക്കാം. മൂടി വെക്കുവാണ്. ചിക്കൻ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മളിതിലേക്ക് കുറച്ച് ഡബിൾ ക്രീം ആഡ് ചെയ്യുവാണ്. നമ്മുടെ ചിക്കൻ തിക്ക മസാലയുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് കുറച്ച് ഡ്രൈഡ് ഫെനുഗ്രീക്ക് ലീവ്സ്, നെറ്റി ലീവ്സ് കൂടെ ആഡ് ചെയ്യുകയാണ്. തിക്ക റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലുണ്ട് ഇതിന്.